ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസായ ബ്ലഡ് ഹോൺസ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ കിമ്മിനെയാണ്. 2020 കൊറോണ വന്നതിന് ശേഷമുള്ള കാലമാണ് കാണിക്കുന്നത്. കിം ബോക്സിംഗ് പ്രാക്ടീസിലായിരിക്കും. അവൻ്റെ ലക്ഷ്യം അടുത്ത് നടക്കാൻ പോകുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം അവിടെ ഒരു മദ്യപാനി നിൽക്കുന്നുണ്ടായിരുന്നു. കൊറോണ ഒക്കെ ആയിട്ടും അയാൾ മാസ്ക് വെച്ചിട്ടുണ്ടാവില്ല. ആടിയായിരിക്കും ആൾ ബസ്സിൽ കയറുന്നത്. ബസ് ഡ്രൈവർ മാസ്ക് ഇല്ലാതെ ബസ്സിൽ കയറാൻ പറ്റില്ലെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്നയാൾ ഡ്രൈവറിനെ തല്ലാൻ നിൽക്കുമ്പോൾ ഹീറോയും അതിലിടപെട്ട് അയാളെ ഒതുക്കി അവിടുന്ന് പറഞ്ഞു വിടുന്നു. ഇത് കണ്ട് ബസ്സിലുണ്ടായിരുന്നവരെല്ലാം ഇവന് വേണ്ടി കൈയടിക്കും. ശേഷം അവൻ വീട്ടിലെത്തും. അവനെ സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി വരികയാണ്. കൊറോണ എല്ലാവരെയും ബാധിച്ചതുപോലെ അമ്മയുടെ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം റെസ്റ്റോറൻറ്റിൽ ആളുകൾ കയറുന്നില്ല. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവരിപ്പോൾ ഉള്ളത്. കിം വീട്ടിലേക്ക് കയറാൻ നേരം അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അത് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനാണ്. അയാൾ വാടക കിട്ടാത്തതുകൊണ്ടായിരിക്കും അമ്മയെ വിളിച്ചിട്ടുണ്ടാവുക. കുറച്ച് സാവകാശം ചോദിക്കുമെങ്കിലും അയാളത് സമ്മതിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഇതൊക്കെ വിഷമത്തോടെ കിം കേൾക്കുന്നുണ്ടാവും. ശേഷം ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. കൊറിയയിലെ ഏറ്റവും വലിയൊരു ഹോട്ടൽ നിർമ്മാണം കാണിക്കുന്നു. കൊറോണ കാരണം അതിൻ്റെ പണി പാതി മുടങ്ങിക്കിടക്കുകയാണ്. ആ ബിൽഡിംഗ് പണിയുന്ന കമ്പനി കൊറോണ വന്നതിന് ശേഷം തകർന്നുപോയി. അവർ ബാങ്കിൽ നിന്ന് 400 കോടി ലോൺ എടുത്തിട്ടാണ് അവർ ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. ഇപ്പോൾ ബാങ്ക് ഈ ബിൽഡിംഗ് ജപ്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വേറൊരിടത്ത് നടക്കുകയാണ്. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ബിൽഡറും ബാങ്ക് മാനേജറും ഒരു മധ്യസ്ഥനുമാണ്. മധ്യസ്ഥൻ കുറച്ചു നേരം കൂടെ കാത്തിരിക്കൂ, അദ്ദേഹം എത്താറായി. അവർ ആരെയോ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് അയാൾ വരുന്നു. ഇയാളാണ് ഗിൽ. ഗിൽ വലിയ പലിശ സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. ഗിൽ അവരോട് താൻ ആ ബിൽഡിംഗ് ഏറ്റെടുത്ത് എല്ലാ ബാധ്യതകളും തീർക്കാൻ തയ്യാറാണെന്നും പക്ഷേ ബാങ്കും ബിൽഡറും ചില നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് പറയും. അവർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പണം കയ്യിലുള്ളത് ഗിൽ എന്ന കോർപ്പറേറ്റ് പലിശക്കാരൻ്റെ മാത്രമാണ്. ശേഷം അയാൾ കാറിൽ കയറി അസിസ്റ്റൻറ്റിനോട് അവിടുത്തെ ഏരിയയിലുള്ള വാടകക്കാരെക്കുറിച്ച് അന്വേഷിക്കും. അസിസ്റ്റൻ്റ് ഞാനത് അന്വേഷിച്ചു. അവർ പലരും പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവരാണ്. അവരെ എന്തോ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഗില്ല്. ശേഷം കാണിക്കുന്നത് ഒരു സ്റ്റേഡിയത്തിലെ ബോക്സിംഗ് മാച്ചാണ്. ഇതിനു വേണ്ടിയാണ് കിം ഇത്രയും നാളും പരിശീലനം നടത്തി വന്നിരുന്നത്. അവിടെ വൂജിൻ എന്നൊരു ബോക്സറെ കാണിക്കുകയാണ്. അവൻ ഈസിയായി എല്ലാവരെയും തോൽപ്പിക്കും. അതുപോലെ കിമ്മും എല്ലാത്തിനെയും തോൽപ്പിച്ച് മുന്നേറുന്നു. അങ്ങനെ അവസാനം ഫൈനലിൽ എത്തുന്നത് കിമ്മും വൂജിനുമാണ്. ആ വാശിയേറിയ മത്സരത്തിൽ കിം ആയിരിക്കും വിജയിക്കുന്നത്. എന്നിട്ട് ടൂർണമെൻറ്റ് സമ്മാനം തുകയായ 1 ലക്ഷം കിമ്മിന് കിട്ടുന്നു. നിരാശനായ വൂജിൻ ഭക്ഷണം കഴിക്കാനുള്ള പൈസയും വാങ്ങി പുറത്തേക്ക് വരുന്നു. അവിടെ കിമ്മിനെ കണ്ട വൂജിൻ, നീ ഇതുവരെ പോയില്ലേ? എന്തായാലും നന്നായി, ഇന്ന് നീ ജയിച്ചതിൻ്റെ ട്രീറ്റ് എനിക്ക് തരണമെന്ന് അവൻ കിമ്മിനോട് പറയുന്നു. കിം അത് സമ്മതിക്കുന്നു. ശേഷം അവർ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സംസാരിച്ച് ഇരുവരും നേവിയിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ കൂടുതൽ അടുത്തു. ബോക്സിങ്ങിനെയൊക്കെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര ഫ്രണ്ട്സായി മാറി. ശേഷം കിം നേരെ പോയത് അമ്മയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ബിൽഡിംഗ് ഓണറുടെ വാടക ചോദിച്ചുകൊണ്ടുള്ള കോൾ വീണ്ടും വന്നിട്ടുണ്ടാകും. അവിടേക്ക് വന്ന് കിം ടൂർണമെൻറ്റിൽ ജയിച്ച കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. സമ്മാന തുക അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് അതുകൊണ്ട് വാടക കൊടുക്കാനായി പറയുന്നു. ഇത് കേട്ട അമ്മയുടെ കണ്ണ് നിറയും. എന്നിട്ട് അവർ വീട്ടിലേക്ക് ഒരുമിച്ച് നടന്നു പോകും. ഗില്ലിൻ്റെ പലിശ കമ്പനിയിലെ ജീവനക്കാർ അടുത്ത ദിവസം ഒരു പ്രദേശത്തുള്ള എല്ലാ കടകളിലും കയറിയിറങ്ങി സംസാരിക്കുന്നു. കോവിഡ് സമയത്ത് ബിസിനസ് തകർന്നിരിക്കുന്ന അവരെ രക്ഷിക്കാൻ വെറും 5% പലിശക്ക് അവരുടെ മറ്റു ബാങ്കുകളിലെ ലോൺ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഗില്ലിൻ്റെ കമ്പനിയിലേക്ക് അവരുടെ ലോണുകൾ മാറ്റിക്കൊടുക്കാം എന്ന വാഗ്ദാനവുമായാണ് ജീവനക്കാർ വന്നിരിക്കുന്നത്. ബാങ്ക് ജപ്തി പേടിച്ച് കടയുടമകൾ വേറെ ഒന്നും ആലോചിക്കാതെ അവർ കൊടുത്ത പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിൽ കിമ്മിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ കിം എത്തുമ്പോൾ അവിടെ ഒരാൾക്ക് കോവിഡ് ആയതിനാൽ ജിം പൂട്ടിയിരിക്കുകയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവൻ വുജിനെ വിളിക്കുന്നത്. എടാ നീ എവിടാ, നമുക്കൊരുമിച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ടൂർണമെൻറ്റ് ജയിക്കാനായി 3 മാസത്തെ കഠിന പ്രയത്നം കഴിഞ്ഞ് കിടക്കുക. ഇനി അതെല്ലാം എനിക്ക് ഉറങ്ങി തീർക്കണം. എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ച് അവൻ്റെ നിർബന്ധം കാരണം അവൻ്റെ വീട്ടിലേക്ക് വരാൻ കിമ്മിനോട് പറയുന്നു.
എന്നിട്ട് വീടിൻ്റെ ലൊക്കേഷൻ കിമ്മിന് അയച്ചു കൊടുക്കുന്നു. അതും നോക്കി നടക്കുന്ന നേരം ഒരാളെ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടയാൾ ഓടിക്കുന്നതായി കാണും. വേറൊന്നും ആലോചിക്കാതെ അവനും അവരെ ഫോളോ ചെയ്യും. അപ്പോൾ ഓടിയ ആൾ നിലത്ത് വീണ് കിടക്കുന്നതായി കാണും. അത് കണ്ട് കിം ആക്രമിച്ച ആളുടെ പിന്നാലെ ഓടും. അതിനിടയിൽ ആ അക്രമി പതുങ്ങിയിരുന്ന് കിമ്മിനെ വീഴ്ത്തുന്നു. എന്നിട്ടൊരു ഇലക്ട്രിക് ഷോക്ക് കാണിച്ച് പേടിപ്പിക്കും. ശരിക്കും അതൊരു പെൺകുട്ടിയായിരിക്കും. നീ ആരാന്ന് ചോദിക്കുമ്പോൾ നീ ആരെയാ ആക്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ സ്വന്തം കാര്യം നോക്കി പോവാൻ നോക്കെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ശേഷം ചോയ് എന്നയാളെ കാണാനായി ഒരു സ്ത്രീ വരും. അവൾ അയാളോട് തൻ്റെ മകളുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നും അവൾ സുഖമായി ഇരിക്കുകയാണെന്നും പറയും. നിങ്ങൾ ആ പണം തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചോയ് കടം കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ചോയ് അതവൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ഇതുകൊണ്ട് നിന്റെ ബാക്കി കടങ്ങൾ തീർക്കാൻ ഉപയോഗിക്കും, എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും തന്നാൽ മതിയെന്ന് പറയും അയാൾ. പക്ഷെ ആ സ്ത്രീ നിർബന്ധിച്ച് അത് വേടിപ്പിക്കുന്നു. ചോയ് ഒരു നല്ല പലിശക്കാരനാണ്. അധികം പലിശ ഈടാക്കാറില്ല. പലരുടെയും സങ്കടങ്ങൾ കേട്ടാൽ പലിശ പോയിട്ട് മുതൽ പോലും മേടിക്കാറില്ല. ആ സമയത്താണ് നേരത്തെ കിമ്മിനെ വീഴ്ത്തിയ പെൺകുട്ടി അവിടേക്ക് വരുന്നത്. അവളുടെ പേര് യൂൻജു എന്നാണ്. ഇവളൊരു ഓർഫണാണേലും ചോയ് ഇവൾക്ക് സ്വന്തം ഒരു മുത്തശ്ശനെ പോലെയാണ്. അയാൾക്കൊരു വാച്ച് കൊടുത്തിട്ട് പറയും, അയാളുടെ അടുത്ത് പണമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അയാളുടെ അടുത്തുണ്ടായിരുന്ന ഈ വാച്ച് ഞാനങ്ങ് എടുത്തു. ചോയ്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പോൾ അയാളൊരു തട്ടിപ്പ് വീരനാണ്. അയാളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ആളുകളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ടവനായി അഭിനയിക്കുന്നതാണ്. ഭിക്ഷക്കാരുടെ ഐഡി ഉപയോഗിച്ച് ലോൺ എടുക്കുന്ന തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടയാളാണ് അയാൾ. അതുകൊണ്ട് ഈ വാച്ച് എടുത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ചോയ് ഒരു പാവമായതുകൊണ്ട് ചിലർ മുതലെടുക്കും. ആ നഷ്ടം ഇവൾ ഇങ്ങനെയായിരിക്കും നികത്തുന്നത്. ആ സമയം യൂൻജുവിൻ്റെ കയ്യിലുള്ള മുറിവ് ചോയ് ശ്രദ്ധിക്കും. ശേഷം ചോയ് ഒരാളെ വിളിച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബോഡി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറയും. ഈ നാട്ടിലെ പലിശക്കാരെയൊക്കെ പറ്റി കുറച്ച് ധാരണയുള്ള ആളായിരിക്കണമെന്നും കൂടെ പറയുന്നു. മറ്റേയാൾ 2 ദിവസം കൊണ്ട് സെറ്റാക്കാമെന്ന് പറയും. ശേഷം കിമ്മും വുജിനും കൂടെ ടെറസിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവർ ബോക്സിങ്ങിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. വുജിൻ, നീ എന്താ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിരിക്കുന്നത്? ജീവിതത്തെ ഇത്ര സീരിയസ് ആയി കാണേണ്ട കാര്യമില്ലെന്ന് പറയും. എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബോക്സർ ആവണം. എന്നിട്ട് വുജിൻ്റെ ഇപ്പോഴത്തെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു നഴ്സറി സ്കൂളിലെ സ്പോർട്സ് ടീച്ചറാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ആ സ്കൂൾ പൂട്ടി. എങ്കിൽ നീ എൻ്റെ കൂടെ ഡെലിവറിക്ക് പോരെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ടാകും. ശേഷം ഗിൽ അസിസ്റ്റൻറ്റിനോട് ഇന്ന് തന്നെ ആദ്യത്തെ നിലയിലുള്ള ആളുകളെ ഒഴിപ്പിക്കാനായി പറയും. ഗില്ലിൻ്റെ കൂട്ടത്തിലുള്ള ശക്തനായ കാങ്ങിനെയും കൂട്ടിക്കോളാൻ ഗിൽ അസിസ്റ്റൻറ്റിനോട് പറയുന്നു. അങ്ങനെ ഒരു സംഘം കടയൊഴിപ്പിക്കാൻ അവിടേക്ക് ചെല്ലുന്നു. ഗില്ലിൻ്റെ അസിസ്റ്റൻറ്റ് ആദ്യം ചെല്ലുന്നത് കിമ്മിൻ്റെ അമ്മയുടെ കടയിലേക്കായിരിക്കും. കടയടക്കാൻ നിൽക്കുന്ന നേരത്താണ് അവർ അവിടേക്ക് എത്തുന്നത്. നിങ്ങൾ കോൺട്രാക്റ്റിൽ പറഞ്ഞ റൂൾസ് തെറ്റിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റ് കുറച്ച് പലിശയ്ക്ക് പണം തരുമ്പോൾ എക്സ്റ്റൻഷൻ ഫീ തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. അത് കോൺട്രാക്റ്റിൽ വ്യക്തമായി എഴുതിയിരുന്നു. ആ പണം അടയ്ക്കേണ്ട അവസാന ഡേറ്റ് ഇന്നലെയായിരുന്നു. അത് അടച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ഫൈനും ചേർത്ത് മൊത്തം 40 ലക്ഷം രൂപയായിരിക്കുന്നു. അമ്മ, നിങ്ങളുടെ സ്റ്റാഫ് വന്നപ്പോൾ ഇങ്ങനെ ഒന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു എന്നും നിങ്ങളത് വായിക്കാത്തത് എൻ്റെ കുഴപ്പമല്ലെന്നും പറയും. അമ്മ, ഞാൻ പോലീസിനെ കോൾ ചെയ്യുന്നു പറയുമ്പോൾ അവനൊന്ന് പുറത്തേക്ക് പോകും. ആ നേരം കിമ്മിനെ ഫോൺ ചെയ്ത് പെട്ടെന്ന് അവിടേക്ക് വരാനായി പറയും. അപ്പോഴേക്കും ഗില്ലിൻ്റെ ആളുകൾ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങും. അമ്മ പേടിച്ച് നിലവിളിക്കും. ആ സമയം കിം അവിടേക്ക് ഓടിയെത്തുന്നേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് ഗില്ലിൻ്റെ ഗുണ്ടകൾ തടയുന്നു അവനെ. അവിടുന്ന് അവൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നതായി അവൻ കാണും. അവിടുന്ന് അവൻ എല്ലാത്തിനെയും ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങും. ബോക്സിംഗ് ചാമ്പ്യനായ അവനുമായി മുട്ടാൻ ആ ഗുണ്ടകൾ ഒരുപാട് വിയർക്കും. ഇതെല്ലാം കാങ് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് കിം അസിസ്റ്റന്റിനെ പിടിച്ച് ചുവരിൽ കയറ്റും. ആ സമയത്താണ് ഗില്ലും കാങ്ങും അവിടെ എത്തുന്നത്. ഗിൽ, നിന്റെ അമ്മ എൻ്റെ കമ്പനിയിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. കിം, പണം ഞാൻ തരാം, പക്ഷെ നിന്റെ ആളുകൾ ഇവിടെ വരുത്തി വെച്ച് നഷ്ടം നികത്തണം. ഗിൽ പതുക്കെ അവിടെ ചെന്നിരിക്കും. എന്നിട്ട് കാങ്ങും കിമ്മും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത്. ബോക്സറായ കിം തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കാങ്ങിനെ അടിക്കുന്നു.
പക്ഷെ ഒരിടി പോലും അവന് നേരാവണ്ണം ഏൽക്കുന്നു പോലും ഉണ്ടാവില്ല. ഇടിച്ച് ഇടിച്ച് കിം തളരുന്നു. അവസാനം കാങ്ങിൻ്റെ ഒറ്റയടിക്ക് കിമ്മിനെ വീഴ്ത്തുകയാണ്. അങ്ങനെ അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അവശനായ കിമ്മിൻ്റെ അടുത്തേക്ക് ഗില്ല് വന്ന്, കൊള്ളാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നിന്നിലൊരു തീയുണ്ട്. എൻ്റെ ആളുകളെ മുഴുവൻ നീ അടിച്ചു പരത്തി. നീ എൻ്റെ കൂടെ കൂടിക്കോ. നിനക്ക് വേണ്ട ശമ്പളം ഞാൻ തരാം. ഇതും കേട്ട് ദേഷ്യം വന്ന കിം അവൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു. ഗില്ല് ചുറ്റും നോക്കുമ്പോൾ അവൻ്റെ ആളുകളൊക്കെ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഇത് സഹിക്കാൻ പറ്റാത്ത ഗിൽ ഒരു കത്തിയെടുത്ത് അവൻ്റെ മുഖത്ത് വരയുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.